ഹായ് എവ്രിവൺ. മറ്റൊരു തിയറമാണ് ഓയിലർ ടൂറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനിലുള്ള ഒരു തിയറമാണ് നമ്മൾ നോക്കുന്നത്. ആക്ച്വലി തിയറത്തിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് തിയറം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എ കണക്റ്റഡ് ഗ്രാഫ് ജി ഈസ് ഓയിലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഹാസ് സൈക്കിൾസ് C1, C2, etc. Cn such that every edge of G belongs to exactly one cycle Ci. That is, G is the union of edge disjoint cycles. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ തിയറം, അതായത് ഡിഗ്രി ഈവൻ ആയിരിക്കണം എന്ന് പറഞ്ഞ തിയറത്തിൻ്റെ പ്രൂഫിനകത്ത് നമ്മൾ കണ്ടതാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഒരു ടൂർ കൺസ്ട്രക്ട് ചെയ്യേണ്ട ഒരു ക്ലോസ്ഡ് വാക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അതിലെല്ലാ എഡ്ജുകളും വന്നിട്ടില്ല എങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ വീണ്ടും മറ്റൊരു എച്ച് ഡാഷ് കണ്ടുപിടിച്ചിട്ട് ആ എച്ച് ഡാഷിനകത്ത് നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു ക്ലോസ്ഡ് വാക്ക് കണ്ടെത്തും. ഇതിലുള്ള രണ്ട് വെർട്ടെക്സുകൾ കോമൺ ആയേക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ജോയിൻ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അവർ എവിടെയെങ്കിലും കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ എച്ച് ഡാഷും എച്ച് കണക്റ്റഡ് ആകും എന്നുള്ളതാണ്. നമ്മൾ ഗ്രാഫ് കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞാണ് പോയത്. സോ ആ ഒരു തിയറത്തിൻ്റെ കുറച്ചും കൂടി വലിയൊരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ ക്ലോസ്ഡ് വാക്കും രണ്ടാമത് പറഞ്ഞ ക്ലോസ്ഡ് വാക്കും ഈ പറഞ്ഞ പോലെ അതിലെല്ലാ എഡ്ജുകളും വന്നിട്ടില്ലെങ്കിൽ മൂന്നാമത് പറയുന്ന ക്ലോസ്ഡ് വാക്കും ഇതെല്ലാം സൈക്കിൾസ് ആണ്. C1, C2, etc. Cn സൈക്കിൾസ് ആൻഡ് ആക്ച്വലി എഡ്ജ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ്. നമ്മൾ ആദ്യം എടുക്കുന്ന എഡ്ജുകളൊന്നും രണ്ടാമത്തേതിൽ വന്നിട്ടില്ല. കാരണം നമുക്കറിയാം നോൺ ട്രിവിയൽ ക്ലോസ്ഡ് ട്രെയിലാണ് നമ്മുടെ ഓയിലർ ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കൽ എടുത്ത എഡ്ജുകൾ എക്സാക്ട്ലി വൺസ് മാത്രമേ നമ്മളൊരു എഡ്ജിൽ ട്രാവേഴ്സ് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു സൈക്കിളാണ് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നത്. രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്യുന്നതും അങ്ങനെയുള്ളത് തന്നെ. ഇതിന് രണ്ടിനും ഏതെങ്കിലും വെർട്ടെക്സ് ആയിരിക്കും കോമൺ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ കണക്റ്റഡ് ആയതുകൊണ്ട് ഇതെവിടെയോ മുട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ജി എന്ന് പറയുന്ന ഗ്രാഫ് യൂണിയൻ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ് ആയിരിക്കും. ഡിഫറെൻറ്റ് സൈക്കിൾസിൻ്റെ യൂണിയൻ ആയിരിക്കും ജി എന്ന് പറയുന്ന ഗ്രാഫ്. ഓയിലർ ആണെങ്കിൽ നിർബന്ധമായിട്ട്. സോ ഈ കണക്റ്റഡ് ഗ്രാഫ് ജി ഈസ് ഓയിലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഹാസ് ഡിഫറെൻറ്റ് സൈക്കിൾസ് സച്ച് ദാറ്റ് എവറി എഡ്ജ് ഓഫ് ജി ബിലോങ്സ് ടു എക്സാക്ട്ലി വൺ സൈക്കിൾ. ഇതിൽ ഇപ്പോൾ പറഞ്ഞ E1 എന്ന് പറയുന്ന എഡ്ജ് C1 C2, C3, Cn ഒന്നും കാണത്തില്ല. അതുപോലെ E5 എന്ന് പറയുന്ന എഡ്ജ് C2 അത് പിന്നെ C1, C3 ഒന്നും കാണത്തില്ല. അങ്ങനെ എക്സാക്ട്ലി വൺ സൈക്കിളിലെ ഒരു എഡ്ജ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ജി എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ് ആയിരിക്കും. അടുത്ത തിയറം പറയുന്നത് എ കണക്റ്റഡ് ഗ്രാഫ് ജി ഹാസ് ആൻ ഓയിലർ ട്രെയിൽ if and only if it has at most two vertices. That is, it has either no vertices of odd degree or exactly two vertices of odd degree. അപ്പം ഒരു ഓയിലർ ട്രെയിലുള്ള കണക്റ്റഡ് ഗ്രാഫിനകത്ത് മാക്സിമം 2 ഓഡ് വെർട്ടിസസേ വരാൻ പറ്റുള്ളൂ. മാക്സിമം ആണ്. അറ്റ്മോസ്റ്റ് 2 ഓഡ് വെർട്ടിസസ്. ഓഡ് വെർട്ടിസസ് മീൻസ് ഡിഗ്രി ഓഫ് ദാറ്റ് വെർട്ടിസസ് ഷുഡ് ബി ഓഡ്. അങ്ങനെയുള്ള വെർട്ടിസസിൻ്റെ എണ്ണം മാക്സിമം 2 എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ഓഡ് വെർട്ടിസസ് ഒന്നും തന്നെ ഇല്ലാതിരിക്കാം. ഓയിലർ ട്രെയിൽ ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫിനകത്ത് ചിലപ്പോൾ ഓഡ് വെർട്ടിസസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാവും. ഒരെണ്ണം ഉണ്ടാവാൻ പറ്റത്തില്ല. അത് നമ്മൾ പ്രൂഫിനകത്ത് പറയാം ആക്ച്വലി. കാരണം ഓഡ് വെർട്ടിസസിൻ്റെ എണ്ണം ഒരു ഗ്രാഫിനകത്ത് ഓഡ് വെർട്ടിസസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഈവൻ നമ്പർ ഓഫ് ഉണ്ടാവുന്ന നമ്മളൊരു പ്രൂഫ് ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ദർ ഈസ് ഈവൻ നമ്പർ ഓഫ് ഓഡ് വെർട്ടിസസ് ഇൻ എ ഗ്രാഫ്. അപ്പം 0 കഴിഞ്ഞാൽ പിന്നെ 2 വരാൻ പറ്റുള്ളൂ, 1 വരില്ല. അപ്പോൾ അത് നമ്മൾ പ്രൂഫിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ 0 വെർട്ടിസസ് വിൽ ബി ദെയർ വിത്ത് ഓഡ് ഡിഗ്രി, ഓർ ദെയർ വിൽ ബി 2 വെർട്ടിസസ് വിത്ത് ഓഡ് ഡിഗ്രി. അപ്പോൾ അത് നമുക്കെൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് ജി ഹാസ് എൻ ഓയിലർ ട്രെയിൽ. അപ്പോൾ നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഓയിലർ ട്രെയിൽ ആണെങ്കിൽ മാക്സിമം 2 ഉള്ളൂ എന്ന് പറയണം. മാക്സിമം 2 ഉള്ളെങ്കിൽ ഓയിലർ ടൂർ അല്ലെങ്കിൽ ഓയിലർ ട്രെയിലാണെന്നും പറയണം. സോ സപ്പോസ് ജി ഹാസ് എൻ ഓയിലർ ട്രെയിൽ. ഇഫ് വി ഈസ് എ വെർട്ടെക്സ് ഡിഫറെൻറ്റ് ഫ്രം ദ ഒറിജിൻ ആൻഡ് ടെർമിനസ് ഓഫ് ദ ട്രെയിൽ, then the degree of V is even.
നമുക്കറിയാം ഒരു ഓയിലർ ട്രെയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ തുടങ്ങുന്നതും ഓയിലർ ടൂർ ആവണമെങ്കിൽ തുടങ്ങുന്നിടം തന്നെയായിരിക്കണം തീരുന്നത്. അതുപോകെ ഒറിജിനും ടെർമിനസും പോകെ ബാക്കിയുള്ള വെർട്ടിസസ് എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ വെർട്ടെക്സിൽ ചെല്ലുമ്പം അതിൽ നിന്ന് പുറത്തേക്ക് പോകാനും അതിലേക്ക് ചെന്നെത്താൻ പറ്റുമെങ്കിൽ പുറത്തേക്ക് പോകാനും ഉണ്ട്. കാരണം തിരിച്ച് നമ്മൾ എവിടെയോ ആണ് ചെന്ന് നിൽക്കുന്നത്. യുവിൽ തുടങ്ങി എവിടെയോ വിയിലാണ് ചെന്ന് നിൽക്കുന്നത്. സോ വി ഹാവ് കൺസിഡേർഡ് എ വെർട്ടെക്സ് വി which is different from the origin and terminus of the trail. Then degree of V is even. അതിൻ്റെ കാരണം since whenever we met V in the Euler trail, there will be two edges, one with which we enter and other we left to V. അപ്പം നമ്മൾ ഒന്ന് വിയിലേക്ക് കയറുന്നതും ഒന്ന് പുറത്തേക്ക് പോകുന്നതുമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് എഡ്ജുകൾ എപ്പോഴും നമ്മൾ വിയിൽ ഓയിലർ ട്രെയിലിൽ എപ്പോഴൊക്കെ വി വരുമോ അപ്പോഴൊക്കെ നമുക്ക് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്ജുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഡിഗ്രി ഈവൻ ആയിരിക്കും അകത്തേക്കുള്ള എല്ലാ വെർട്ടിസസിലും. ഒറിജിൻ ആൻഡ് ടെർമിനസ് ആണ് നമ്മൾ വി എന്ന് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം നമ്മൾ പറയാം. ഒറിജിൻ ആൻഡ് ടെർമിനസ് അല്ലാത്തൊരു വെർട്ടെക്സ് ആണ് നമ്മൾ വി എന്ന് എടുത്തിരിക്കുന്നത്. സോ എവറി വി ഹാസ് ഈവൻ ഡിഗ്രി വെർട്ടിസസ്. ഇനി ഒറിജിൻ ആൻഡ് ടെർമിനസിൻ്റെയും കാര്യം എന്താണെന്ന് നമുക്ക് പറയാം. ദസ് ദ ഓൺലി പോസിബിൾ ഓഡ് വെർട്ടിസസ് ആർ ദ ഒറിജിൻ ആൻഡ് ടെർമിനസ് ഓഫ് ദ ട്രെയിൽ. ഇഫ് ദീസ് കോയിൻസൈഡ്, then in fact we have an Euler tour and every vertex is even. ഇനി ഒറിജിനും ടെർമിനസ് ഒന്നാണെങ്കിൽ ഓയിലർ ട്രെയിൽ തന്നെയാണ് ഓയിലർ ടൂർ എന്ന് പറയുന്നത്. കാരണം ക്ലോസ്ഡ് ട്രെയിലായാൽ അത് എന്താണ് ക്ലോസ്ഡ് വാക്ക് നമ്മുടെ ഓയിലർ ടൂറായിട്ട് മാറും. ഓയിലർ ടൂർ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. ഇൻ ഓയിലർ ടൂർ ഓൾ ദി വെർട്ടിസസ് ആർ ഓഫ് ഈവൻ ഡിഗ്രി. എല്ലാ വെർട്ടിസസിൻ്റെയും ഡിഗ്രി ഈവൻ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ 0 എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് ഇപ്പോൾ ഒരു വെർട്ടിസസും ഇല്ല, ഓഡ് ഡിഗ്രി വെർട്ടിസസ് ഒന്നും തന്നെ ഇല്ല. ഇനി അത് ഡിഫറെൻ്റ് ആണെങ്കിൽ ഒറിജിനൽ അല്ല ടെർമിനസ് എവിടെയോ തുടങ്ങി എവിടെയാണ് എത്തുന്നതെങ്കിൽ ആ രണ്ട് വെർട്ടിസസിൻ്റെ മാത്രം ഡിഗ്രി എന്തായിരിക്കും? ഓഡായിരിക്കും. കാരണം ഒന്നാണ്, അതിൽ നിന്ന് മാത്രം പുറത്തേക്ക് പോയിട്ടേ ഉള്ളൂ, അതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് ഓഡ് ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് 2, തുടക്കം 1 എൻഡ് 1 2. അപ്പോൾ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 2, ഈ പറഞ്ഞ ഒറിജിനും ടെർമിനസും മാത്രം. ബാക്കി എല്ലാത്തിൻ്റെയും ഡിഗ്രി എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഇനി അതിൻ്റെ കോൺവേഴ്സ് പാർട്ട് പറയുന്നത്, കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ജി ഈസ് കണക്റ്റഡ് വിത്ത് അറ്റ്മോസ്റ്റ് 2 വെർട്ടിസസ്. അപ്പോൾ ജി ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. മാക്സിമം അറ്റ്മോസ്റ്റ് 2 ഓഡ് വെർട്ടിസസ് അതെ 2 എണ്ണേ ഉള്ളൂ, മാക്സിമം 2 എണ്ണേ ഉള്ളൂ. ഇഫ് ജി ഹാസ് നോ ഓഡ് വെർട്ടിസസ് ഒന്നും ഇല്ലെങ്കിൽ, മാക്സിമം 2 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 2 വരാം. അതിൽ 0 വരുന്ന കേസാണെങ്കിൽ നമുക്കറിയാം ഓഡ് വെർട്ടിസസ് ഒന്നും ഇല്ലെങ്കിൽ ഗ്രാഫ് ഓയിലറാണ്. ഓയിലർ ടൂർ ഉണ്ട്, അതുകൊണ്ട് ഓയിലറാണ്. ഓയിലർ ടൂർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഓയിലർ ട്രെയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആൻഡ് സോ ഹാസ് ആൻ ഓയിലർ ട്രെയിൽ. അപ്പോൾ 0 ഓഡ് വെർട്ടിസസ് ആണെങ്കിൽ നമുക്ക് പ്രൂഫ് ക്ലിയർ ആണ്. ജി കനോട്ട് ഹാവ് വൺ ഓഡ് വെർട്ടിക്സ്, ജസ്റ്റ് 1 ഓഡ് വെർട്ടെക്സ്. ഒരു ഗ്രാഫിൽ ഒരിക്കലും ഒരു ഓഡ് വെർട്ടെക്സ് ഉണ്ടാകാൻ പറ്റില്ല. ആസ് നമ്പർ ഓഫ് ഓഡ് വെർട്ടിസസ് ഇൻ എ ഗ്രാഫ് ഈസ് ഓൾവേസ് ഈവൻ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രൂഫാണ്. ഷോ ദാറ്റ് ദ നമ്പർ ഓഫ് ഓഡ് വെർട്ടിസസ് ഇൻ ഗ്രാഫ് ഈസ് ഓൾവേസ് ഈവൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഒരെണ്ണം വരാൻ പറ്റില്ല. പിന്നെയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 2 ആണ്. സോ വി ജസ്റ്റ് നീഡ് ടു ട്രീറ്റ് ദ കേസ് വെർ ജി ഹാസ് 2 ഓഡ് വെർട്ടിസസ്, സേ യു ആൻഡ് വി. യുവും വിയും ആണ് 2 ഓഡ് വെർട്ടിസസ് എന്ന് വിചാരിക്കുക. Now let G plus E denote the graph obtained from G by adding in a new edge. നമ്മൾ G എന്ന് പറയുന്ന ഗ്രാഫ് ഉണ്ട്, അതിൽ 2 ഓഡ് വെർട്ടിസസ് ആണ് ഉള്ളത്, ഒന്ന് യു ഒന്ന് വി. നമ്മൾ ഒരു എഡ്ജ് ആഡ് ചെയ്യാണ് ബിറ്റ്വീൻ യു ആൻഡ് വി. അപ്പോൾ ഗ്രാഫ് G plus E ആയി. E എന്ന് പറയുന്ന എഡ്ജ് എവിടെയാണ് വന്നിരിക്കുന്നത്? യുവിൻ്റെയും വിയുടെയും ഇടയ്ക്കാണ് വന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഇ എന്ന് പറയുന്ന എഡ്ജ് നമ്മളിപ്പം വരയ്ക്കാമെന്ന് ആയിരിക്കും. ഇതാണ് യു, ഇതാണ് വി. ഇവർക്ക് 2 പേർക്കും ഓഡ് വെർട്ടിസസ് ഓഡാണ്, ഓഡ് ഡിഗ്രിയാണ്. അതായത് ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ 3 ഉണ്ടാവും, ചിലപ്പോൾ ഇവിടെ 1 ഉണ്ടാവുള്ള. ഞാൻ വെറുതെ വരയ്ക്കുക. 3 ഇതൊരു ഓഡ് ഡിഗ്രിയാണ്, ഇത് ഒരു ഓഡ് ഡിഗ്രിയാണ്. സോ ബാക്കി ഇവിടെയൊക്കെ കണക്റ്റഡ് ആണ്, ഈ ഗ്രാഫിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതാണ് ജി. ഈ ജിക്കകത്ത് നമ്മൾ ഒരു എഡ്ജ് ആഡ് ചെയ്യുന്നു, ഇ എന്ന് പറയുന്ന എഡ്ജ് ബിറ്റ്വീൻ യു ആൻഡ് വി.
സോ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇ എന്ന് പറയുന്ന എഡ്ജ് യുവിൻ്റെ ഡിഗ്രിക്ക് ഒരു 1 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 3 ആയിരുന്നു മുമ്പ്, ഇയും കൂടെ വന്നപ്പോൾ അത് 4 ആയി. അതുപോലെ വിക്കും ഒരു ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ അത് 2 ആയി. ദെൻ ഇ ഇൻക്രീസസ്, അത് നമ്മൾ എഴുതിയിരിക്കുന്നത്. ദെൻ ഇ ഇൻക്രീസസ് ദ ഡിഗ്രീസ് ഓഫ് യു ആൻഡ് വി ബൈ 1 ആൻഡ് സോ ഇൻ ജി പ്ലസ് ഇ എവ്രി വെർട്ടെക്സ് ഈസ് ഈവൻ. അപ്പോൾ ആകെ യുവും വിയും ആണ് ഓഡ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു എഡ്ജ് കൊടുത്തു. അപ്പോൾ അതിന് രണ്ടിനും ഒരു ഡിഗ്രിയും കൂടെ കൂടി. അപ്പോൾ രണ്ടും അത് ഈവനായി. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഓൾറെഡി ഈവൻ ആയിരുന്നു. സോ എല്ലാവരും എന്തായി? ഈവൻ ഡിഗ്രി ആയി. അപ്പോൾ ജി പ്ലസ് ഇ എന്തായി? ഓയിലർ ടൂറുള്ള ഒരു ഗ്രാഫായി, അല്ലെങ്കിൽ ഓയിലറായി. സേ സി ഈസ് ഈക്വൽ ടു, ഒരു ഓയിലർ ടൂർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും നമുക്ക്. അപ്പോൾ ദാറ്റ്ഫോർ ജി പ്ലസ് ഇ ഹാസ് എൻ ഓയിലർ ടൂർ. സേ സി ഈസ് ഈക്വൽ ടു V0 E1 V1 E2 എക്സെട്ര EN VN. സോ ഒരു ടൂറാണ്, ക്ലോസ്ഡ് ട്രെയിലാണ്. V0 VN ഒരാളായിരിക്കും നിർബന്ധമായിട്ട്. സോ ഇൻവോൾവിങ് ഈച്ച് എഡ്ജ് ഓഫ് ജി പ്ലസ് ഇ എക്സാക്ട്ലി വൺസ്. സോ ഓയിലർ ടൂർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. എക്സാക്ട്ലി വൺസ് മാത്രമേ നമ്മളൊരു എഡ്ജിൽ ട്രാവൽ ചെയ്യുള്ളൂ. അങ്ങനെയുള്ളൊരു ഓയിലർ ടൂർ നമ്മൾ കൺസിഡർ ചെയ്തു സി. വി മേ സപ്പോസ് ദാറ്റ് ഇ ഈസ് ഈക്വൽ ടു E1. അതായത് നമ്മൾ ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്ന ഓയിലർ ടൂറിൽ E1 എന്ന് പറയുന്ന എഡ്ജാണ് ആദ്യത്തെ ഇ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഇ ആണെങ്കിൽ ഇത് യുവും വിയും ആയിരിക്കണം. കാരണം യുവിൻ്റെ വിയുടെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് വരച്ചത്? ഇ വരച്ചത്. സോ V0 ഇസ് ആക്ച്വലി യു ആൻഡ് V1 ഇസ് ആക്ച്വലി വി. സോ ഇത് യു ആണ്, ഇത് ഇ ആണ്, ഇത് വി ആണ്. ആ ഒരു രീതിയിൽ നമ്മൾ എഴുതിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് വി എന്നും എന്ത് തന്നെ വരും? വി എൻ ഈസ് ഓൾസോ V0. കാരണം ഇതൊരു ക്ലോസ്ഡ് ട്രെയിലാണ്, അല്ലെങ്കിൽ ഒരു ടൂറാണ്, ഓയിലർ ടൂറാണ്. സോ V0 ആൻഡ് VN ഷുഡ് ബി ദ സെയിം വെർട്ടെക്സ്. അപ്പോൾ ഇത് യു ആണെങ്കിൽ അതും യു തന്നെ ആയിരിക്കണം. സോ VN ഇസ് ഓൾസോ യു. അപ്പോൾ നോക്കിക്കേ, ദെൻ ബൈ ഡിലീറ്റിംഗ് ഇ ഫ്രം ദിസ് ടൂർ. അപ്പോൾ ഈ നമ്മൾ ഇ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിലോ ഈ എന്താണ്, യു അങ്ങ് പോകും, ഇ അങ്ങ് പോകും, ഈ വി ഇവിടെ കാണും. ഈ വി മുതൽ ഈ യു വരെയുള്ള ഒരു ഓയിലർ ട്രെയിൽ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർട്ടിസസ് വരുന്ന, ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്ജസ് വരുന്ന ഒരു ഓയിലർ ട്രെയിൽ നമുക്ക് ഇവിടുന്ന് ഈ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് വഴി കിട്ടും. എവിടുന്ന്? ഈ വിയിൽ നിന്ന് തുടങ്ങി മറ്റ് പറഞ്ഞ ഇതിലെല്ലാം കൂടെ പോയിട്ട് തിരിച്ച് യുവിൽ വന്നെത്തുന്നത് പോലെയുള്ള ഒരു ഓയിലർ ട്രെയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ഓയിലർ ട്രെയിലാണ് എഴുതിയിരിക്കുന്നത്. ബൈ ഡിലീറ്റിംഗ് ഇ ഫ്രം ദിസ് ടൂർ ഗീവ്സ് ദ ഓയിലർ ട്രെയിൽ. സോ എവിടെയാണോ നമ്മുടെ ആ ഓയിലർ ട്രെയിൽ ആ എഡ്ജ് വരുന്നത്, ആ എഡ്ജിൻ്റെ ഒരെൻഡിൽ നിന്ന് തുടങ്ങി, അതായത് VU അതിലൊരിടത്തു നിന്ന് തുടങ്ങി മറ്റേടത്ത് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് കിട്ടും? ഓയിലർ ട്രെയിൽ കിട്ടും. ഗീവ്സ് ദ ഓയിലർ ട്രെയിൽ V1 E2, അതായത് ഇവിടെ നിന്ന് തുടങ്ങണം, V1 E2 എക്സെട്ര VN ഫ്രം V to U in G, since it involves each edge of G exactly once. അപ്പോൾ അതാണ് നമ്മുടെ തിയറത്തിൻ്റെ പ്രൂഫ് 2 വരുമ്പോൾ കേസ്. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്, ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം. ആക്ച്വലി ഇതൊരു പ്രോബ്ലമാണ്, ഇതിനൊരു സൊല്യൂഷൻ ഒന്നുമില്ല പരീക്ഷയ്ക്ക്. ആക്ച്വലി ഇത് സോൾവ് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലംസ് പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രോബ്ലം ഡിസ്ക്രൈബ് ചെയ്യാൻ മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡിസ്ക്രൈബ് ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രോബ്ലം എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇവിടുത്തെ പ്രോബ്ലം ഇതാണ്. ഈ പറഞ്ഞ പോലെ ഒരു പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലെറ്റേഴ്സ് പിക്കപ്പ് ചെയ്ത് എവിടെയൊക്കെയാണോ, ഏതൊക്കെ സിറ്റീസിലാണോ അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രീറ്റിലാണോ ഡെലിവർ ചെയ്യേണ്ടത് ആ സ്ഥലത്തൊക്കെ പോയി അത് ഡെലിവർ ചെയ്തിട്ട് മിച്ചമുള്ള അൺഡെലിവേർഡ് ആയിട്ടുള്ള ആളില്ലാത്തതോ അല്ലെങ്കിൽ അഡ്രസ്സ് തെറ്റിപ്പോയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും വട്ടെവർ അങ്ങനെയുള്ള ലെറ്റേഴ്സൊക്കെ തിരിച്ച് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ലക്ഷ്യം. അല്ലെങ്കിൽ ഓരോ പോസ്റ്റ്മാൻ്റെയും അവർ ചെയ്യുന്ന റുട്ടീൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ എപ്പോഴും ഒരു പോസ്റ്റ്മാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ തുടക്കത്തിൽ ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ പുള്ളി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടു കൺസേർവ് ദ എനർജി. ലൈക്ക് അപ്പോൾ അവർ പോകുന്ന, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ്മാൻ ഉണ്ടാവും. സോ അയാളുടെ ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ലൈക്ക് സൈക്കിളിലോ ഈ പറഞ്ഞ പോലെ ബൈക്കിലോ
അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. വലിയ വലിയ സിറ്റീസൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ വലിയ വണ്ടികളിലൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. സോ വാട്ട് എവർ എങ്ങനെ കൊണ്ടുപോയാലും ഓരോ സ്ട്രീറ്റിലും ഒരു പ്രാവശ്യം പോവുകയും ഈ പറഞ്ഞ പോലെ പോകുന്ന ആ ലൊക്കാലിറ്റി അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കത്തുകളുള്ള സ്ഥലത്തേക്ക് ഈ പറഞ്ഞ മിനിമലായിട്ട് ട്രാവൽ ചെയ്യുക. അതിപ്പോൾ മിനിമൽ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മിനിമലായിട്ട് ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ് കുറച്ച് ട്രാവൽ ചെയ്യാം. നമുക്ക് ആദ്യം ഒരു സ്ഥലത്ത് പോകണം. നമ്മുടെ കോളേജ് ഇരിക്കുന്ന സ്ഥലം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നെല്ലിക്കാട് നമ്മുടെ കോളേജ് ഇരിക്കുന്നതോടാണ് പോസ്റ്റ് ഓഫീസ് എന്ന് വിചാരിക്കാം. അവിടുന്ന് നമുക്ക് പൊട്ടങ്കാവിൽ ഒരു ലെറ്റർ കൊടുക്കാനുണ്ട്, അവിടെ കൊടുത്തു. കിള്ളിയിൽ ഒരു ലെറ്റർ കൊടുക്കാനുണ്ട്, നമ്മുടെ തൂങ്ങാമ്പാറ ഒരു ലെറ്റർ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടങ്കാവ് പോയിട്ട് തിരിച്ച് തൂങ്ങാമ്പാറ വന്നിട്ട് പിന്നെ നമ്മൾ കിള്ളിയിൽ പോയിട്ട് അങ്ങനെ പോകുന്നതിനെക്കാട്ടിലും നമുക്കിത് ഒറ്റ വഴിക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയാണ് യൂഷ്വലി ഒരു പോസ്റ്റ്മാൻ ട്രാവൽ ചെയ്യുക. മിനിമലായിട്ട് എല്ലാ സ്ട്രീറ്റും അല്ലെങ്കിൽ അയാൾക്ക് പോകേണ്ട എല്ലാ സ്ഥലവും മാക്സിമം ഒരു പ്രാവശ്യം, കഴിവതും പറ്റുമെങ്കിൽ കൃത്യമായ ഒരു പ്രാവശ്യം മാത്രം ട്രാവൽ ചെയ്ത് മിനിമലായിട്ട് ട്രാവൽ ചെയ്ത് പുള്ളിക്ക് തിരിച്ചെത്താൻ പറ്റണം. സോ അതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. പ്രോബ്ലത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് നോക്കാം. ബിഫോർ സ്റ്റാർട്ടിങ് ഓൺ ഹിസ് ഡെലിവറി റൂട്ട്, a postman must pick up his letters at the post office. Then he must deliver letters along each street on his route, and finally he must return to the post office to return all undelivered letters. Wishing to conserve energy, every postman would like to cover his route with a little walking as possible. In non-graph terms, the postman problem is how to cover all these streets in the route and return back to the starting point with as little traveling as possible. It is usually referred to as Chinese postman problem and CPP. CPP എന്നാണ് നമ്മൾ പറയുന്നത്, C++ അല്ല, ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം എന്നാണ് പറയുന്നത്. സോ പുള്ളിക്ക് മിനിമലായിട്ട് ഏറ്റവും കുറച്ച് ട്രാവൽ ചെയ്ത് തിരിച്ച് പുള്ളിക്ക് വേണ്ടുന്ന ഈ റൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഇൻ ഗ്രാഫ് theoretical terms, the problem is as follows. We construct a weighted graph G where each edge represents a street in the postman's route. Each vertex represents a junction of streets, and weights assigned to each edge represents the length of the street between junctions. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് തിയറിറ്റിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലം നമ്മൾ പറഞ്ഞത് ഗ്രാഫ് തിയറിറ്റിക്കലി അല്ലാതെ നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് പ്രോബ്ലം. ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കൺസ്ട്രക്ട് എ ഗ്രാഫ് ബൈ കൺസ്ട്രക്റ്റിംഗ് വെർട്ടിസസ് ഫോർ ജംഗ്ഷൻസ്. നമുക്ക് ഓരോ സ്ട്രീറ്റിൻ്റെയും ജംഗ്ഷൻസിന് വെർട്ടിസസ് കൊടുത്തുകൊണ്ട് ആ സ്ട്രീറ്റിൽ നിന്ന് അടുത്ത സ്ട്രീറ്റിൻ്റെ ജംഗ്ഷനിലേക്കുള്ള ദൂരം ആണ് നമ്മൾ എഡ്ജായിട്ട്, അല്ലെങ്കിൽ ഒരു തമ്മിൽ രണ്ട് ജംഗ്ഷനെ കണക്ട് ചെയ്യുന്ന വഴി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അവിടേക്ക് പോകാനായിട്ട് ഡയറക്റ്റ്ലി വഴി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു എഡ്ജ് വരയ്ക്കും. ആൻഡ് അതിൻ്റെ ദൂരം ആണ് നമ്മളവിടെ വെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. വെയ്റ്റഡ് ഗ്രാഫ്, നമ്മൾ ആക്ച്വലി വെയ്റ്റഡ് ഗ്രാഫ് പഠിച്ചില്ല, നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കണ്ടതുപോലെ വെർട്ടിസസ് കൊടുത്തിരിക്കും, എഡ്ജസ് കൊടുത്തിരിക്കും. ആ എഡ്ജസിൻ്റെ സൈഡിലൊക്കെ ഓരോ നമ്പർ കൊടുത്തിരിക്കും. ഇപ്പോൾ V1 V2നെ കണക്ട് ചെയ്യുന്ന എഡ്ജിൻ്റെ സൈഡിൽ 5 എന്ന് കൊടുത്തിരിക്കും. V2 V3യെ കണക്ട് ചെയ്യുന്ന എഡ്ജിൻ്റെ സൈഡിൽ 2 എന്ന് കൊടുത്തിരിക്കും. സോ ദാറ്റ് മേ ബി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പ്രോബ്ലത്തിലാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം V1 സിറ്റി ടു V2 സിറ്റി. V1 ജംഗ്ഷനിൽ നിന്ന് V2 ജംഗ്ഷനിലേക്കുള്ള ദൂരത്തിൻ്റെ ഒരു അളവാണ് ആ 5 എന്നും 2 എന്നും. അപ്പോൾ ദൂരം കുറവുള്ളിടത്താണ് 2 എന്ന് കൊടുത്തിരിക്കുന്നത്. ദൂരം നമുക്കൊന്ന് ഐഡിയ കിട്ടുന്ന ഒരു രീതിയിലായിരിക്കും വെയ്റ്റഡ് ഗ്രാഫ്. ഇങ്ങനെ അല്ലാതെയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കോസ്റ്റ് ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് പോകാനുള്ള പൈസയുടെ കണക്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഫ്ലൈറ്റിൻ്റെ, നമ്മൾ ഗ്രാഫ് ആസ് മോഡൽസിനകത്ത് ഒരു ഫ്ലൈറ്റിൻ്റെ എയ്റോപ്ലെയിൻ ചാർട്ട് ചെയ്യുന്ന ഒരു മോഡൽ നമ്മൾ എഴുതിയിട്ടുള്ളതിൽ നമ്മൾ വെയ്റ്റഡ് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. സോ അതിൽ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടോ എയർ ഫെയർ ഒക്കെയാണ് നമ്മൾ അതിനകത്ത് വെയ്റ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുന്നു വിത്ത് വെർട്ടിസസ് ആസ് ജംഗ്ഷൻസ് or junctions as vertices and streets എന്താണ് as edges and distance between the junctions as weights. So we define the weight of a tour V0, E1, V1, E2, etc. En, Vn in G to be the sum of the weights of its edges. അപ്പോൾ നമ്മളൊരു ടൂറിൻ്റെ
അയാളിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു മാക്സിമം ഒരു പ്രാവശ്യം പോയി അല്ലെങ്കിൽ പോകുന്ന വഴി കൂടെ വീണ്ടും വീണ്ടും പോകാതെയാണ് അയാൾ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഒരു ഓയിലർ ടൂർ നമുക്ക് അതിനകത്ത്, അല്ലെങ്കിൽ ടൂർ നമുക്ക് ഓയിലർ ടൂർ എന്ന് പറയേണ്ട ടൂർ എന്ന് പറയാം, ടൂർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. ഒരു ടൂറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എഡ്ജുകളുടെ വെയിറ്റുകളുടെ സമ്മാണ് മൊത്തം. അതായത് ഇപ്പോൾ നമ്മുടെ പോസ്റ്റ്മാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് അയാൾ പോകുന്ന ഓരോ എഡ്ജുകളുടെയും വെയിറ്റുകൾ ആഡ് ചെയ്ത് എടുക്കുന്നതാണ് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്, ടൂറിൻ്റെ ആകെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ അത് മിനിമൽ ആയിരിക്കണം. ദ ടോട്ടൽ വെയിറ്റ് ഷുഡ് ബി മിനിമം. ദെൻ ദ ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം ഈസ് ദാറ്റ് ഓഫ് ഫൈൻഡിങ് എ ടൂർ ഓഫ് മിനിമം വെയിറ്റ് ഇൻ എ വെയ്റ്റഡ് കണക്റ്റഡ് ഗ്രാഫ് വിത്ത് നോൺ നെഗറ്റീവ് വെയ്റ്റ്സ്. സോ നമ്മൾ ഒരു മിനിമം വെയിറ്റുള്ള ഒരു ടൂർ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലത്തിൻ്റെ ഒരു അതാണ് അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്ന രീതികളുണ്ട്, സൊല്യൂഷനുണ്ട്, അതിൻ്റെ അൽഗോരിതംസ് ഒക്കെ ഉണ്ട്. ബട്ട് നമുക്കത് പഠിക്കാനില്ല, നമുക്ക് ആ പ്രോബ്ലം മാത്രമാണ് അറിയേണ്ടത്. അടുത്തൊരു ഡെഫിനിഷനാണ് ആൻ എഡ്ജ് ഈസ് സെറ്റ് ടു ബി ഡ്യൂപ്ലിക്കേറ്റഡ്. ഒരു എഡ്ജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഒരു എഡ്ജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡുകൾ പുതിയൊരു എഡ്ജ് വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുക. അത് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ടാവുമല്ലോ, ആ എഡ്ജിൻ്റെ അതേ വെയിറ്റ് ഈ പറഞ്ഞ അത് ശരിക്കും പറഞ്ഞാൽ ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ പുസ്തകത്തിലുള്ളത് കൊണ്ട് നമ്മളത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലത്തിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു വഴി കൂടെ രണ്ടാമത് വീണ്ടും വരണമെന്ന് തോന്നിയാൽ നമ്മളിതുപോലെ ഒരു എഡ്ജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരച്ചിട്ടാണ് അത് നമ്മൾ ടൂറിനകത്ത് കാണിക്കുന്നത്. ആ മിനിമൽ ടൂർ നമ്മൾ എഴുതി കാണിക്കുമ്പോൾ ഈ ഒരു എഡ്ജിൽ കൂടെ നമുക്ക് ചിലപ്പോൾ വീണ്ടും വരേണ്ടി വരും. ഓയിലർ ടൂറൊന്നും അല്ല ഇവിടെ. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കിള്ളിയിൽ പോയിട്ട് തൂങ്ങാമ്പാറ പോകാനൊരു വഴി ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും എവിടെ വരണം? നമ്മുടെ കോളേജിൻ്റെ അവിടെ വന്നിട്ട് തന്നെ തൂങ്ങാമ്പാറ പോകണം. നമുക്കവിടെ ഉണ്ട്, നമ്മൾ എടുത്ത റൂട്ടിൽ അതുണ്ട്. ബട്ട് അങ്ങനെ അല്ലാത്തൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഡെഫിനറ്റ്ലി കം ബാക്ക്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആ എഡ്ജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരച്ചിട്ടാണ് യൂഷ്വലി ചെയ്യുന്നത്. അപ്പം അത് തന്നെ നമ്മൾ തിരിച്ചു വരുന്നതിനാൽ ചിലപ്പോൾ ഒന്നിലധികം വഴികൾ തിരിച്ചു വരാനുണ്ടാവും. അപ്പോൾ അതിൽ മിനിമലായിട്ടുള്ള വഴി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്ന ടൂറും മിനിമലായിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ. നമുക്കതിൻ്റെ ആവശ്യമില്ല. സോ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഒരു എഡ്ജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വെർട്ടിസസിൻ്റെ ഇടയ്ക്ക്, അതിൻ്റെ എൻഡ് വെർട്ടിസസിൻ്റെ ഇടയ്ക്ക് പുതിയൊരു എഡ്ജ് നമ്മൾ വരച്ചു കൊടുക്കുക വിത്ത് ദ സെയിം വെയിറ്റ് ആസ് ദാറ്റ് ഓൾഡർ എഡ്ജ് ഹാസ്. ആ എഡ്ജിനുള്ള അതേ വെയിറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ പുതുതായിട്ട് ഒരു എഡ്ജ് കണക്ട് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ഹാമിൽട്ടോണിയൻ പാത്ത്. എ ഹാമിൽട്ടോണിയൻ പാത്ത് ഇൻ എ ഗ്രാഫ് G is a path which contains every vertex of G. നമ്മൾ ഓയിലർ ടൂർ പറഞ്ഞു, ഒരു ട്രെയിലിനകത്ത് എല്ലാ എഡ്ജസും ഉണ്ടെങ്കിൽ അത് ഓയിലർ ടൂറായിട്ട് മാറുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്ന ഒരു പാത്തിനകത്ത്, പാത്തിൻ്റെ പ്രത്യേകത എന്താ? ട്രെയിലിനകത്ത് നമുക്ക് വെർട്ടീസസ് റിപ്പീറ്റ് ചെയ്യാമായിരുന്നു. നമ്മൾ ഈ പഠിച്ച കോണിക്സ്ബർഗിലൊക്കെ നമുക്ക് വന്ന വെർട്ടെക്സുകളിൽ വീണ്ടും വരാം. പക്ഷെ പാത്തുകളിൽ നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ല. സോ വെർട്ടിസസിൽ നമുക്ക് വീണ്ടും വരാൻ പറ്റില്ല. വെർട്ടിസസിൽ വരാൻ പറ്റില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എഡ്ജിലും വരാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എല്ലാ എഡ്ജിലും പോകുകയും വേണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഹാമിൽട്ടോണിയൻ പാത്തിൽ ഒരു പാത്താണ് വിച്ച് കണ്ടെയ്ൻസ് എവ്രി വെർട്ടെക്സ് ഓഫ് G. ഒരു ഗ്രാഫിനകത്തുള്ള എല്ലാ വെർട്ടെക്സുകളാണ്. മറ്റേ നമ്മൾ എഡ്ജുകളാണ് പറഞ്ഞ്, ഇവിടെ നമുക്ക് എല്ലാ വെർട്ടെക്സുകളിലും പോകാൻ പറ്റിയാൽ ദാറ്റ് ഇസ് എ ഹാമിൽട്ടോണിയൻ പാത്ത്. ഒരു പാത്തിനകത്ത് എല്ലാ വെർട്ടെക്സുകളും ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഹാമിൽട്ടോണിയൻ പാത്ത്. ദെൻ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. സോ ഡെഫിനറ്റ്ലി ഹാമിൽട്ടോണിയൻ പാത്തിൽ എല്ലാ വെർട്ടിസസും വരണമെങ്കിൽ ഡെഫിനറ്റ്ലി സൈക്കിളിനകത്ത്, ആ സൈക്കിളിനകത്ത് എല്ലാ വെർട്ടിസസും വരണം എന്നുള്ളതാണ്. ഇറ്റ്സ് എ സൈക്കിൾ ആക്ച്വലി, ഒരു സർക്യൂട്ട്. നമ്മൾ സൈക്കിൾ നിന്നാണ് നമ്മുടെ ഇതിൽ പഠിച്ചത്. ബട്ട് ഇറ്റ് ക്യാൻ ബി ഓൾസോ കോൾഡ് ആസ് എ സർക്യൂട്ട്. എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഓർ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇൻ എ ഗ്രാഫ് G is a cycle which contains every vertex of G. ജിക്കകത്തുള്ള എല്ലാ വെർട്ടെക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൈക്കിളിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. സോ എ ഗ്രാഫ് G is called Hamiltonian if it has a Hamiltonian cycle.
ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെന്ന് പറയണമെങ്കിൽ, ഒരു ഗ്രാഫ് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഈസ് ഇറ്റ് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്, അങ്ങനെ ചോദിച്ചാൽ if we could construct a Hamiltonian cycle in it, then അതായത് എല്ലാ വെർട്ടിസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് സൈക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ദ ഗ്രാഫ് ഇസ് ഹാമിൽട്ടോണിയൻ. ഒരു നോട്ടായിട്ട് നമ്മൾ പറയുന്നത്, സിൻസ് ഇൻ എ പാത്ത് നോ വെർട്ടെക്സ് ഈസ് റിപ്പീറ്റഡ് മോർ ദാൻ വൺസ്, Hamiltonian cycle will have initial and terminal vertex same and all other vertices distinct. അത് ക്വൈറ്റ് നോർമൽ. നമ്മൾ നേരത്തെ ഞാനത് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഒരു പാത്തിനകത്ത് നമ്മൾ പഠിച്ച പാത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ പഠിച്ചത് വെർട്ടിസസ് ഒന്നും തന്നെ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഇറ്റ്സ് എ ഓപ്പൺ വാക്ക് വിത്ത് വിച്ച് നോ വെർട്ടിസസ് ഈസ് റിപ്പീറ്റഡ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിളിനകത്ത്, സൈക്കിൾ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ തുടങ്ങുന്നിടത്ത് തന്നെ വന്നെത്തണം. അപ്പോൾ ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ വെർട്ടിസസ് വിൽ ബി ദ സെയിം, അല്ലെങ്കിൽ ഒറിജിൻ ആൻഡ് ടെർമിനസ് വിൽ ബി ദ സെയിം. ബാക്കിയുള്ള വെർട്ടിസസ് എല്ലാം ഡിസ്റ്റിങ്റ്റ് ആയിരിക്കും. ഇൻഫാക്ട് വെർട്ടിസസ് ഡിസ്റ്റിങ്റ്റ് ആണെങ്കിൽ എഡ്ജസ് ഓൾസോ ഷുഡ് ബി ഡിസ്റ്റിങ്റ്റ്. സോ ദ നെക്സ്റ്റ് ഡെഫിനിഷൻ ഇസ് മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ എന്ന് പറയണമെങ്കിൽ, ഒരു സിമ്പിൾ ഗ്രാഫ് ജി മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ എന്ന് പറയണമെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാമിൽട്ടോണിയൻ, ഹാമിൽട്ടോണിയൻ ആവരുത്, നോൺ ഹാമിൽട്ടോണിയൻ ആണ് പക്ഷെ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ആണ്. അപ്പോൾ ഹാമിൽട്ടോണിയൻ അല്ല, ഗ്രാഫ് ഹാമിൽട്ടോണിയൻ അല്ല, നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ വെർട്ടിസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൈക്കിൾ നമുക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ ഇഫ് അഡീഷൻ ടു ഇറ്റ് ആൻ എഡ്ജ്, നമ്മൾ ഒരു എഡ്ജ് ഒരു എഡ്ജും കൂടി ആഡ് ചെയ്താൽ, കണക്റ്റിംഗ് ടു നോൺ അഡ്ജസൻറ്റ് വെർട്ടിസസ്, അഡ്ജസൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ ഓൾറെഡി വെർട്ടിസസ് ഇല്ലാത്ത, തമ്മിൽ കണക്ട് ചെയ്യുന്ന എഡ്ജുകൾ ഇല്ലാത്ത രണ്ട് വെർട്ടിസസ് തമ്മിൽ ഒരു എഡ്ജ് വരച്ചാൽ അത് ഹാമിൽട്ടോണിയൻ ആകുമെങ്കിൽ അത്തരത്തിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ, അതായത് ഒരു എഡ്ജും കൂടെ ആഡ് ചെയ്ത് അത് ഹാമിൽട്ടോണിയൻ ആകും, അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് നമ്മൾ മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറയും. സോ എ സിമ്പിൾ ഗ്രാഫ് ജി ഈസ് കോൾഡ് മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ if it is not Hamiltonian but the addition to it of any edge connecting to non-adjacent vertices forms a Hamiltonian graph. So അത്രയാണ് നമുക്കിപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ വരുന്ന ഡെഫിനിഷൻസ്. ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് തിയറംസ് ആണ്, ഹാമിൽട്ടോണിയൻ സൈക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് തിയറംസ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.